ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലാമോ ഫ്ലാഹർട്ടി. ലാമോ ഫ്ലാഹർട്ടിയുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോണത്. അപ്പം ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു യങ് സീഗളിനെ പറ്റിയിട്ടാണ്, അതായത് ഒരു കടൽക്കാക്കേനെ പറ്റിയിട്ടാണ്. കടൽക്കാക്ക തൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്താൻ പോവുകയാണ്. പക്ഷേ പ്രശ്നം എന്തെന്നാൽ കടൽക്കാക്കയ്ക്ക് പറക്കാൻ പേടിയാണ്. അതിന് വിങ്സ് ഉണ്ട്, പക്ഷേ പറക്കാൻ പേടിയാണ്. ഇതേപോലെയാണ് നമ്മളെല്ലാവരും അല്ലേ, നമ്മൾ പലരും ഇങ്ങനെ, നമുക്ക് ഭയങ്കര കഴിവുകളൊക്കെ കാണും, ഒരുപാട് കഴിവുകളുണ്ട്. പക്ഷേ എന്താണ്, നമ്മളടുത്ത് പുറത്തോട്ട് അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ പുറത്തോട്ടെടുക്കാൻ കോൺഫിഡൻ്റ് അല്ല, അല്ലെങ്കിൽ ഭയങ്കര പേടിയാണ്. അതേപോലെ പറക്കാൻ പേടിയുള്ള ഒരു, പക്ഷെ പറക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ജനിച്ചത്, എന്നിട്ട് ഇതിന് പറക്കാൻ പറ്റുന്നില്ല അല്ലേ. അപ്പം പറക്കാൻ പേടിയുള്ള ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്തുന്ന ഒരു യങ് സീഗളിനെ പറ്റിയിട്ടാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പാഠത്തിലോട്ട് പോകാം. ദ യങ് സീഗൾ വാസ് എലോൺ ഓൺ ഹിസ് ലെഡ്ജ്. അതിൻ്റെ ലെഡ്ജിൽ യങ് സീഗൾ ഒറ്റയ്ക്കായിരുന്നു. ലെഡ്ജ് നമുക്ക് പിക്ചറിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ലെഡ്ജിൽ യങ് സീഗൾ ഒറ്റയ്ക്കിരിക്കുകയാണ്. ഹിസ് 2 brothers ആൻഡ് ഹിസ് സിസ്റ്റേഴ്സ് ഹാഡ് ഓൾറെഡി ഫ്ലോൺ എവേ ദ ഡേ ബിഫോർ. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അവൻ്റെ 2 ബ്രദേഴ്സും സിസ്റ്ററും അവിടെ നിന്നും പറന്നു പോയിരുന്നു. ഹി ഹാഡ് ബീൻ അഫ്രൈഡ് ടു ഫ്ലൈ വിത്ത് ദം. പക്ഷെ അവൻ അവരുടെ കൂടെ പറക്കാൻ പേടിയാണ്. Somehow, when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid. അപ്പം പലപ്പോഴും അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, പറക്കാൻ വേണ്ടിയിട്ട് ആ ലെഡ്ജിൻ്റെ അറ്റം വരെ വന്നിട്ടുണ്ട്. എന്നിട്ട് പറക്കാനായിട്ട് തൻ്റെ ചിറകുകൾ ഇങ്ങനെ വിടർത്തിയിട്ട് പറക്കാൻ നോക്കുമ്പം അവന് ഭയങ്കര പേടിയാണ്. കാരണം എന്താ, ദ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് സീ stretched down beneath and it was such a long way down, miles down. അപ്പം അവൻ താഴെ ആ അറ്റത്ത് വന്ന്, ലെഡ്ജിൻ്റെ അറ്റത്ത് വന്ന് നോക്കുമ്പോഴത്തേക്കും താഴെ അവൻ കാണുന്നത് നല്ല പരന്ന് കിടക്കുന്ന സീ ആണ്. അതുമാത്രമല്ല, ആ സീ എന്ന് പറയുന്നത് ആ ലെഡ്ജിൽ നിന്നും നല്ല ദൂരത്തുമാണ്, നല്ല താഴത്തിലാണ് ആ സീ ഇരിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ അവന് പേടിയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഹി ഫെൽ സർട്ടൺ ദാറ്റ് ഹിസ് വുഡ് നെവർ സപ്പോർട്ട് ഹിം, സോ ഹി ബെൻഡ് ഹിസ് ഹെഡ് ആൻഡ് റൺ എവേ ബാക്ക് ടു ദി ലിറ്റിൽ ഹോൾ അണ്ടർ ദി ലെഡ്ജ് വെയർ ഹി സ്ലെപ്റ്റ് അറ്റ് നൈറ്റ്. അപ്പോൾ അവൻ എന്ത് ചെയ്യും, അവൻ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ അവൻ്റെ വിങ്സിന് ഒരിക്കലും ഇവനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്യും, തല കുനിച്ച് തിരിച്ച് താൻ കിടന്നിരുന്ന ആ ഹോളിലേക്ക് എന്ത് ചെയ്യും, തിരിച്ച് അതേപോലെ മടങ്ങി അങ്ങ് പോവും. Even when each of his brothers and his sister, whose wings were far shorter than his own, ran to the brink, flapped their wings and flew away, he failed to muster up courage to take that plunge which appeared to him so desperate. അപ്പം അവൻ്റെ ബ്രദറിനും സിസ്റ്ററിനും അവനെക്കാട്ടി ചെറിയ വിങ്സാണ്, എങ്കിൽ കൂടി അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവർ നേരെ അറ്റത്ത് വരും, ആ ലെഡ്ജിൻ്റെ അറ്റത്ത് വരും, അവരുടെ വിങ്സ്, അവരുടെ ചിറകുകൾ വിടർത്തും, അവർ പറന്നു പോവും. അപ്പം അവന് ഈ വീഴ്ച ഏറ്റെടുക്കാനുള്ള ധൈര്യം ശേഖരിക്കുന്നതിൽ പോലും അവൻ പരാജയപ്പെട്ടിരുന്നു അല്ലേ. His father and mother had come around calling to him slowly, scolding him, threatening to let him starve on his ledge unless he flew away. അപ്പം അവൻ്റെ അച്ഛനും അമ്മയും അവനോട് വന്ന് വിളിച്ചിട്ടുണ്ട് പറക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ അവന് വരില്ല എന്നായപ്പോഴത്തേക്കും അവർ ശകാരിച്ചിട്ടുണ്ട്. അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, അവനോട് പറഞ്ഞു, നീ ഇനി പറക്കാൻ വന്നില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഈ ലെഡ്ജിൽ എന്ത് ചെയ്യും, ഞങ്ങൾ പട്ടിണിക്കിടും. എന്നിട്ട് പോലും ബട്ട് ഫോർ ദ ലൈഫ് ഓഫ് ഹിം ഹി കുഡ് നോട്ട് മൂവ്. പക്ഷെ അവൻ്റെ ജീവിതത്തിൽ അവൻ അനങ്ങാൻ പോലും പറ്റുമെന്ന് അവന് തോന്നുന്നില്ല. ദാറ്റ് വാസ് 24 hours ago. അപ്പം ഈ പറഞ്ഞ കാര്യം എന്താണ്, 24 മണിക്കൂർ മുമ്പുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞതൊക്കെ. സിൻസ് ദെൻ നോബഡി ഹാഡ് കം നിയർ ഹിം. അതിനുശേഷം ഒരാൾ പോലും അവൻ്റെ അരികിൽ വന്നിട്ടില്ല. ദ ഡേ ബിഫോർ ഓൾ ഡേ ലോങ് ഹി ഹാഡ് വാച്ച്ഡ് ഹിസ് പാരൻസ് ഫ്ലൈയിങ് അബൌട്ട് with his brothers and sister, perfecting them in the art of flight, teaching them how to skim the waves and how to dive for fish. അപ്പം ഇന്നലെ ഫുള്ളും അവൻ്റെ പേരൻസിനെയും അവൻ്റെ ബ്രദർ ആൻഡ് സിസ്റ്റേഴ്സിനെയൊക്കെ വാച്ച് ചെയ്തിരിക്കുകയായിരുന്നു. അവരെന്ത് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു, തൻ്റെ പാരൻസ് തൻ്റെ ബ്രദറിനെയും സിസ്റ്ററിനെയൊക്കെ എങ്ങനെ പറക്കുന്നത്, എങ്ങനെ ആ വേവ്സിനെയൊക്കെ ഡൈവ് ചെയ്ത്, എങ്ങനെ വേവ്സിനെയൊക്കെ സ്കിം ചെയ്ത് പോകുന്നത്, അതേപോലെ തന്നെ എങ്ങനെയാണ് ഫിഷിനെ ഡൈവ് ചെയ്ത് പിടിക്കുന്നത് എന്നൊക്കെ പഠിപ്പിക്കുകയായിരുന്നു. He had in fact seen his old brother catch his first herring and devour it,
standing on the rock while his parents circled around, raising a proud cackle. അപ്പം വാസ്തവത്തിൽ അവൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഓൾഡർ ബ്രദർ എന്താണ് അവൻ്റെ ആ ഓൾഡർ ബ്രദറിൻ്റെ ഫസ്റ്റ് ഹെയറിങ് എന്ന് വെച്ചാൽ ഫസ്റ്റായിട്ട് അവൻ ആ എന്താ മീനെ പിടിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ റോക്കിൽ പോയി ഇരുന്ന് അവൻ്റെ പേരൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കര പ്രൗഡ് ക്യാക്കിൾ, ഭയങ്കര അഭിമാനത്തോടു കൂടി ഭയങ്കര സന്തോഷത്തോടു കൂടി ആ ശബ്ദം ഉണ്ടാകുന്നതൊക്കെ അവൻ കേട്ടിരുന്നു. ആൻഡ് ഓൾ ദ മോർണിംഗ് ദ ഹോൾ ഫാമിലി ഹാഡ് വാക്ക്ഡ് അബൌട്ട് ഓൺ ദ ബിഗ് പ്ലേറ്റു മിഡ് ഡൗൺ ദ ഓപ്പോസിറ്റ് ക്ലിഫ് ലാഫിങ് അറ്റ് ഹിസ് കവേർഡൻസ്. അപ്പോൾ എല്ലാ മോർണിംഗിലും ഇവൻ്റെ ഫുൾ ഫാമിലി എന്താണ് അതിൻ്റെ ഓപ്പോസിറ്റ് പ്ലേറ്റുവിലാണ് ഇരിക്കുന്നത്. അപ്പം നിരന്നിങ്ങനെ ഇരിക്കുന്നില്ലേ പ്ലേറ്റു, അവിടെ ഇരിക്കുകയാണ്. ആ ബിഗ് പ്ലേറ്റുവിലിരുന്നിട്ട് ഇവൻ്റെ ഈ ധൈര്യക്കുറവിനെ എന്ത് ചെയ്യുക, കളിയാക്കി അവർ ചിരിക്കുകയായിരുന്നു. The sun was now ascending the sky, blazing warmly on his sleds that faced the south. അപ്പം ഇപ്പം സൂര്യൻ എന്ത് ചെയ്യാണ്, സൂര്യനാണെങ്കിൽ സ്കൈയുടെ മുകളിൽ ഇങ്ങനെ അസെൻഡ് ചെയ്ത് വരികയാണ്, പൊങ്ങി വരികയാണ്. അപ്പം ഇവന് ആ ലെഡ്ജിൽ, ഇത് സൗത്തിൽ ഫേസ് ചെയ്തിരിക്കുകയാണ്, അപ്പോഴത്തേക്കും ഈ ലെഡ്ജിൽ ഭയങ്കരമായിട്ട് ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഹി ഫെൽ ദ ഹീറ്റ് ബിക്കോസ് ഹി ഹാഡ് നോട്ട് ഈറ്റൻ സിൻസ് ദ പ്രീവിയസ് നൈറ്റ് ഫാൾ. അപ്പം ഇവന് നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. കാരണം എന്താണ്, ഇവൻ കഴിഞ്ഞ കഴിഞ്ഞ നൈറ്റ് ഫാളിൽ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ വിശന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഹീറ്റ് നല്ലതുപോലെ ഫെൽറ്റ് ചെയ്യുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. Then he had found a dried piece of mackerel's tails at the far end of its ledge. അപ്പം അവൻ നേരത്തെ ആണെങ്കിൽ ഒരു മത്തിയുടെ വാലിൻ്റെ ഒരു ഡ്രൈ പീസ് അവിടെ കിടക്കുന്നത്, ആ ലെഡ്ജിൻ്റെ അറ്റത്ത് ഇങ്ങനെ കിടക്കുന്നത് അവൻ കണ്ടായിരുന്നു. Now there was not a single scrap of food left. പക്ഷെ ഇപ്പം ഒരു തരി ഫുഡ് പോലും അവിടെ ഇല്ല. He had searched every inch, rooting among the rough dirt-cackled straw nest where he and his brothers and sister had been hatched. അപ്പം ഇവർ വിരിഞ്ഞു വന്ന ഇവൻ എല്ലായിടത്തും സെർച്ച് ചെയ്യാണ്, ഫുഡിന് എല്ലാ ഇഞ്ചിലും, ഓരോ ഇഞ്ചിലും അവൻ ഫുഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ഫുഡ് പോലും ഇല്ല, കഴിഞ്ഞ നൈറ്റ് ഫാളിലൊന്നും കഴിച്ചിട്ടില്ല, ആകെ കിട്ടിയൊരു മത്തിത്തലയുടെ ഒരു ഡ്രൈഡ് പീസ് മാത്രമായിരുന്നു. അപ്പം ഇവൻ എല്ലാം നോക്കുകയാണ്. അപ്പം ഇവൻ അവൻ്റെ നെസ്റ്റ് കണ്ടു, ആ ഡേർട്ടി ആയിട്ടുള്ള ആ നെസ്റ്റ്, ഇവൻ വിരിഞ്ഞു വന്ന ആ കൂട് അവൻ കണ്ടു. ഹി ഈവൻ നോഡ് അറ്റ് ദ ഡ്രൈ പീസ് ഓഫ് ദി എഗ്ഷെൽ. അപ്പം അവിടെ ആണെങ്കിൽ എന്താണ്, മുട്ടത്തോട് ഇവനും ഇവൻ്റെ സിബ്ലിങ്സൊക്കെ പുറത്തു വന്ന ആ മുട്ടത്തോടും അവൻ കണ്ടു. അപ്പം അതും കഴിക്കാനായിട്ട് ശ്രമിച്ചു. ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽസ്. അപ്പം അത് അവൻ്റെ ഒരു ഭാഗത്ത് തന്നെ ഈറ്റ് ചെയ്യുന്നത് പോലെ ആയിരുന്നു. He then trotted back and forth from one end of the ledge to the other, his long grey legs stepping daintily, trying to find some means of reach his parents without having to fly. അപ്പം അവൻ എന്ത് ചെയ്യാണ്, അവൻ ഒരു എഡ്ജിൽ നിന്നും മറ്റൊരു എഡ്ജിലോട്ട് ഇങ്ങനെ മുന്നോട്ടും പിന്നോട്ടും ഇങ്ങനെ നടക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, അവൻ്റെ ലെഗ്സ് ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്തിങ്ങനെ നടക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, അവൻ്റെ പേരൻസിൻ്റെ അടുത്ത് അവൻ എത്തണം. അവനിങ്ങനെ വഴി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ പേരൻസിൻ്റെ അടുത്ത് അവൻ എത്തണം, പക്ഷെ അവൻ പറക്കാതെ എങ്ങനെ എത്താം എന്ന് ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ബട്ട് ഓൺ ഈ സൈഡ് ഓഫ് ഹിം ദ ലെഡ്ജ് എൻഡഡ് ഇൻ എഷ്യ ഫാൾസ് ഓഫ് precipice with the sea beneath. അപ്പോൾ ഓരോ ലെഡ്ജിൻ്റെ അറ്റത്ത് എന്തുണ്ട്, താഴെ എന്താണ്, സീ കിടക്കുകയാണല്ലേ. ആൻഡ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പാരൻസ് ദെയർ വാസ് എ ഡീപ്പ് വൈഡ് ക്രാക്ക്. മാത്രമല്ല അവനും അവൻ്റെ പേരൻസിനും ഇടയ്ക്ക് ഒരു വലിയ ഡീപ്പ് ക്രാക്ക് ഉണ്ടല്ലേ, വലിയൊരു വിടവുണ്ട്. Surely he could reach them without flying if he could only move northwards along the cliff face. But then, on what could he walk? There was no ledge and he was not a fly, and above him he could see nothing. The precipice was sheer, and the top of it was perhaps further away than the sea beneath him. അവനിങ്ങനെ പാരൻസിൻ്റെ അടുത്ത് പറക്കാതെത്തുള്ള വഴി ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ക്ലിഫ് ഫേസിലൂടെ ഇങ്ങനെ നോർത്ത് വേർഡ്സ് നടന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഫ്ലൈ ചെയ്യാണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ പാരൻസിൻ്റെ അടുത്ത് എത്താൻ പറ്റുമോ? പക്ഷെ അവന് പറക്കാനും വയ്യ, അവന് മുകളിലോട്ടൊന്നും കാണാനും വയ്യ അല്ലേ. പക്ഷേ താഴെ
താഴത്തെ സീനേക്കാട്ടി ചിലപ്പോൾ മുകളിലോട്ട് ഭയങ്കര ദൂരം ഉണ്ടായിരിക്കാം. ഹി സ്റ്റെപ്ഡ് സ്ലോലി ഔട്ട് ടു ദി ബ്രിങ് ഓഫ് ദി ledge and standing on one leg with the other leg hidden under his wings, he closed one eye, then the other and pretended to be falling asleep. അപ്പോൾ അവ അടുത്ത വഴിയായിട്ട് വരികയാണ്. അവ എന്ത് ചെയ്ത് ആ ലെഡ്ജിൻ്റെ അറ്റത്തേക്ക് സ്ലോലി മൂവ് ചെയ്തിട്ട് ഒറ്റക്കാല് അവൻ്റെ ചിറകിനുള്ളിൽ ഒളിപ്പിച്ച് ഒറ്റക്കാലിൽ അവൻ നിൽക്കാൻ തുടങ്ങി. എന്നിട്ട് എന്ത് ചെയ്ത് അവൻ്റെ ഒരു കണ്ണിങ്ങനെ അടച്ച്, നമ്മളിങ്ങനെ ഒറ്റ കണ്ണടച്ചിങ്ങനെ നോക്കത്തില്ലേ, ഒളിഞ്ഞു നോക്കത്തില്ല, അതേപോലെ ഒറ്റ കണ്ണിങ്ങനെ അടച്ചിട്ട് എന്ത് ചെയ്ത് അവനിങ്ങനെ ഉറങ്ങാൻ പോകുന്ന പോലെ ആക്ട് ചെയ്തു. അങ്ങനെ അത് കണ്ടിട്ടെങ്കിലും ആരെങ്കിലും ഫുഡുമായിട്ട് വരട്ടെ, അല്ലെങ്കിൽ ഇവനെ കൊണ്ടുപോകട്ടെ അല്ലേ. സ്റ്റിൽ ദേ ടുക്ക് നോ നോട്ടീസ് ഓഫ് ഹിം. പക്ഷേ ഇപ്പോഴും ആരും അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഹി വാസ് സോ ഹിസ് ടു ബ്രദേഴ്സ് ആൻഡ് ഹിസ് സിസ്റ്റർ ലൈങ് ഓൺ ദ പ്ലേറ്റ് ഡോസിങ് വിത്ത് ദെയർ ഹെഡ് സങ് ഇൻ ടു ദെയർ നെക്സ്. അപ്പം അവൻ നോക്കുമ്പോഴത്തേക്കും അവൻ്റെ 2 ബ്രദറും സിസ്റ്ററും എല്ലാവരുടെ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞിട്ട് അവരെന്തോ ഉച്ചമയക്കത്തിലേക്ക് പോവുകയാണ് പ്ലേറ്റുയിൽ. അവരുടെ ഹെഡ് എന്ത് ചെയ്ത് നെക്കിനകത്തോട്ട് ഇങ്ങനെ സങ് ചെയ്തിട്ട് കിടന്നിങ്ങനെ ഉറങ്ങാനായിട്ട് പോവുകയാണ്. ഹിസ് ഫാദർ വാസ് പ്രീനിങ് ദ ഫെദേഴ്സ് ഓൺ ഹിസ് വൈറ്റ് ബാക്ക്. ഇനി അവൻ്റെ അച്ഛൻ എന്ത് ചെയ്യാണ്, നമ്മുടെ കണ്ടിട്ടില്ലേ പക്ഷികളൊക്കെ ഇങ്ങനെ ചിറകൊക്കെ ഇങ്ങനെ കൊത്തി ഇങ്ങനെ ഒതുക്കുന്നത്, അതേപോലെ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ഹിസ് only his mother was looking at him. പക്ഷെ അവൻ്റെ അമ്മ മാത്രമേ അവനെ നോക്കുന്നുണ്ടായിരുന്നു. ഭാഗ്യമല്ലേ, അമ്മയെങ്കിലും നോക്കുന്നുണ്ട്. ഇനി എന്തോ സംഭവിക്കുന്നു നോക്കാം. She was standing on a little high hump on the plateau, her white breast thrust forward. അപ്പം അമ്മ എന്ത് ചെയ്യാണ്, ആ പ്ലേറ്റിൽ ചെറിയൊരു ഹമ്പ്, ഒരു ലിറ്റിൽ ഹൈ ഹമ്പിൽ, ഒരു കുഞ്ഞ് ഹൈറ്റുള്ളൊരു ഹമ്പിൽ കയറി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അവരുടെ ആ ബ്രസ്റ്റ്, ആ നെഞ്ച് എന്ത് ചെയ്യാണ്, പുറത്ത് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ തള്ളി വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ ഓരോ പക്ഷികളൊക്കെ നിൽക്കുന്ന കണ്ടിട്ടില്ലേ. നൗ ആൻഡ് എഗെയിൻ ഷി ടോർ അറ്റ് എ piece of fish that lay at her feet and then scraped each side of her beak on the rock. അപ്പം അമ്മ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ഫിഷ് എടുത്തിട്ട് ആ ഫിഷിനെ ഇങ്ങനെ കീറി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൻ്റെ ആ അമ്മയുടെ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചിട്ട്, ആ തള്ളപ്പക്ഷിയുടെ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചിട്ട് ആ ഫിഷിനെ ഇങ്ങനെ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ബീക്ക് എടുത്തിട്ട് ഇങ്ങനെ റോക്കിൽ ഇങ്ങനെ ഉരച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, ഫുഡൊക്കെ കഴിക്കുന്ന ഇങ്ങനെ പക്ഷികൾ ഇങ്ങനെ കാലിൻ്റെ അടുത്ത് ഇങ്ങനെ വെച്ചിട്ട് അതിനെ സ്റ്റോർ ചെയ്തിട്ട് ഇങ്ങനെ അതിൻ്റെ ബീക്ക് എടുത്തിട്ട് എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഉരസും അല്ലേ. ദ സൈറ്റ് ഓഫ് ദി ഫുഡ് മാഡഡ് ഹിം. അപ്പം അവൻ ആ ഫുഡും കൂടി കണ്ടപ്പോഴത്തേക്കും ഭ്രാന്ത് പിടിക്കുന്ന പോലായി. ഹൗ ഹി ലവ്ഡ് ടു ടിയർ ഫുഡ് ദാറ്റ് വേ, സ്ക്രാപ്പിംഗ് ഹിസ് beak now and again to wet it. അപ്പം അവൻ ആ രീതിയിൽ ഫിഷിനെ ഇങ്ങനെ കീറി മുറിച്ച് കഴിക്കാനൊക്കെ എന്തിഷ്ടമാണെന്നോ. പക്ഷെ അവന് ഫുഡുണ്ടോ, ഇല്ല. ഹി അട്ടേർഡ് എ ലോ ക്യാക്കിൾ. അപ്പോൾ അവൻ എന്ത് ചെയ്ത്, പക്ഷികൾ കരയത്തില്ലേ, അങ്ങനെ ഒരു കുഞ്ഞ് ക്യാക്കിൾ ഉണ്ടാക്കിയ, കരയുന്നതിനാണ് ആ ക്യാക്കിൾ എന്ന് പറയുന്നത്, ശബ്ദം ഉണ്ടാക്കുന്നതിന്. ഹിസ് മദർ ക്യാക്കിൾഡ് ടു ആൻഡ് ലുക്ക് അറ്റ് ഹിം. അപ്പോൾ അവൻ്റെ അമ്മയും അതേപോലെ തിരിച്ച് ക്യാക്കിൾ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്ത് അവനെ ഒന്ന് നോക്കി. Ga ga ga, he cried, begging her to bring him over some food. അപ്പം അവനിങ്ങനെ കരയാണ്, ഗാ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയാണ്, കുറച്ച് ഫുഡ് എനിക്കും കൂടി താ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയാണ്, കാരണം വിശന്നിരിക്കുകയാണ്, ചൂടുണ്ട്. ഗോൾ ഓ ഗാ, ഷീ സ്ക്രീംഡ് ബാക്ക് മോക്കിംഗ്ലി. അപ്പോൾ അവനെ കളിയാക്കിക്കൊണ്ട് അമ്മ എന്ത് ചെയ്ത് തിരിച്ചും അതേപോലെ ശബ്ദം ഉണ്ടാക്കി. ബട്ട് ഹി കെപ്റ്റ് കോളിംഗ് പ്ലെയിൻറ്റീവ്ലി ആൻഡ് ആഫ്റ്റർ എ മിനിറ്റ് ഓർ സോ ഹി അട്ടേർഡ് എ ജോയ്ഫുൾ സ്ക്രീം. അങ്ങനെ അവൻ അങ്ങനെ ഇങ്ങനെ സ്ക്രീം ചെയ്തു, അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവന് സന്തോഷകരമായൊരു സ്ക്രീം, ഒരു ശബ്ദം എന്ത് ചെയ്ത് പുറത്തോട്ട് വിട്ടു. കാരണം എന്താണ്, ഹിസ് മദർ ഹാഡ് പിക്ഡ് അപ്പ് എ പീസ് ഓഫ് ഫിഷ് ആൻഡ് വാസ് ഫ്ലൈയിങ് അക്രോസ് ടു ഹിം വിത്ത് ഇറ്റ്. അവൻ്റെ അമ്മ ഒരു പീസ് ഫിഷ് ഇങ്ങനെ എടുത്തിട്ട് അവൻ്റെ അടുത്തോട്ട് പറന്ന് വരികയാണ്. അപ്പം ആ ഫുഡ് കണ്ടിട്ട് വിശന്നിരിക്കുന്ന അവന് ഭയങ്കര സന്തോഷമായി. ഹി ലീൻഡ് ഔട്ട് ഈഗർലി. അപ്പോൾ ആ ഫുഡിനോടുള്ള ആ മാഡ്നസ് കാരണം എന്താണ്, ആകാംക്ഷയോടെ പുറത്തേക്ക് ഇങ്ങനെ ചാഞ്ഞു വരികയാണ്. ഹി ലീൻഡ് ഔട്ട് ഈഗർലി. അപ്പം ആ ഫുഡിനോടുള്ള മാഡ്നസ് കാരണം അവൻ ആകാംക്ഷയോടെ പുറത്തേക്ക് ഇങ്ങനെ ചാഞ്ഞു വരികയാണ്, ആ ഫുഡിൻ്റെ അടുത്തോട്ട് ചാഞ്ഞു വരികയാണ്. ടാപ്പിംഗ് ദ റോക്ക് വിത്ത് ഹിസ് ഫീറ്റ് ട്രൈയിങ് ടു ഗെറ്റ് നിയറർ ടു ഹർ ആസ് ഷീ ഫ്ലൂ അക്രോസ്. അപ്പം ഇങ്ങോട്ട് ഫ്ലൂ ചെയ്ത് വരുന്ന ഇങ്ങോട്ട് അമ്മ പക്ഷി ഇങ്ങോട്ട് പറന്ന് വരുന്ന അനുസരിച്ച് അവനും അങ്ങോട്ട് എന്ത് ചെയ്യാണ്, അടുത്തടുത്ത് വരികയാണ്, അവനിങ്ങനെ ചാഞ്ഞു വരികയാണ്. ബട്ട്
when she was just opposite to him, abreast of Tillett, she halted, her legs hanging limbs, her wings motionless, the piece of fish in her beak almost within reach of his beak. അപ്പോൾ എന്ത് സംഭവിച്ചു? അങ്ങനെ പറന്ന് വരുമ്പോഴത്തേക്കും ഇവൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയപ്പോഴത്തേക്കും എന്ത് ചെയ്ത് അമ്മ പക്ഷെ അവിടെ തന്നെ നിന്ന് ഹോൾട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്ത് വിങ്സൊക്കെ മോഷൻലെസ് ആയി. വിങ് ഒന്നും ഇപ്പം മൂവ് ചെയ്യുന്നില്ല, ചിറകൊന്നും മൂവ് ചെയ്യുന്നില്ല. അവൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഫുഡ് ആ ഫിഷ് ഇവൻ്റെ തൊട്ടടുത്തെത്തിയേക്കാണ്. തൊട്ടടുത്ത് എന്നാൽ എത്തുന്നതുമില്ല, അങ്ങനെ ഒരു ദൂരത്ത് നിൽക്കുകയാണ്. ഹി വെയിറ്റഡ് എ മൊമെന്റ് ഇൻ സർപ്രൈസ്, വണ്ടറിങ് വൈ ഷീ ഡിഡ് നോട്ട് കം നിയറർ ആൻഡ് ദെൻ മാഡഡ് ബൈ ഹങ്കർ ഹി ഡൈവ്ഡ് അറ്റ് ദ ഫിഷ്. അപ്പം അവനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഭയങ്കര സർപ്രൈസ് ആയിട്ട് ആശ്ചര്യത്തോടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അമ്മ എൻ്റെ അടുത്തോട്ട് ഇനിയും ഫുഡ് കൊണ്ടുവരാത്തത്? അങ്ങനെ ആ ഹങ്കറിന്, ആ വിശപ്പ് കാരണമുള്ള ആ ഭ്രാന്ത് കാരണം അവൻ എന്ത് ചെയ്തു? ആ ഫിഷിനകത്തോട്ട് എന്ത് ചെയ്ത്? ഡൈവ് ചെയ്ത് അങ്ങോട്ട് ചാടി വീണു. വിത്ത് എ ലൗഡ് സ്ക്രീം ഹി ഫെൽ ഔട്ട്വേർഡ്സ് ആൻഡ് ഡൗൺവേർഡ്സ് ഇൻ ടു സ്പേസ്. അങ്ങനെ ഒരു വലിയ ശബ്ദത്തോടു കൂടി അവൻ എന്ത് ചെയ്ത്? ആ അന്തരീക്ഷത്തിലെത്തി ചാടി അങ്ങ് വീണു. അപ്പോൾ എന്ത് ചെയ്യാണ്? ഇനി താഴോട്ട് പോവുകയാണ്. ഹിസ് മദർ ഹാഡ് സ്റ്റൂപ്ഡ് അപ്വേർഡ്സ്. As he passed beneath her, he heard the swish of her wings. അപ്പോൾ എന്ത് ചെയ്യാണ്? അങ്ങനെ അവൻ, നമ്മൾ കണ്ടിട്ടില്ലേ കാർട്ടൂൺസിലൊക്കെ, ഇങ്ങനെ അറിയാതെ ഇങ്ങനെ നടന്ന് എന്ത് ചെയ്യും? സ്പേസ് വരെത്തും, എന്നിട്ട് നേരെ താഴോട്ടങ്ങ് പോകും. അതേപോലെ അവൻ എന്ത് ചെയ്ത്? അവൻ ആ ഫുഡിനോടുള്ള മാഡ്നസ് കാരണം പെട്ടെന്ന് സ്പേസിലോട്ട് എടുത്ത് ചാടി താഴോട്ട് പോയി. അപ്പോൾ അമ്മ എന്ത് ചെയ്ത്? മുകളിലോട്ടങ്ങ് പറന്ന്. അങ്ങനെ മുകളിലോട്ട് പറക്കുന്ന ആ വിങ്സിൻ്റെ ശബ്ദം അവൻ അമ്മയുടെ അടുത്ത് എത്തിയപ്പം കേട്ടിരുന്നു. ദെൻ എ മോണസ്ട്രസ് ടെറർ സീസ്ഡ് ഹിം ആൻഡ് ഹിസ് ഹാർട്ട് സ്റ്റൂഡ് സ്റ്റിൽ. അപ്പം ഒരു ഭീകരമായൊരു ഭയം അവനെ പിടികൂടി. അവൻ്റെ ഹാർട്ടൊക്കെ എന്ത് ചെയ്യുക? സ്റ്റിൽ, അവിടെ നിൽക്കുകയാണ്. ഹീ കുഡ് ഹിയർ നത്തിങ്. അവനൊന്നും കേൾക്കാൻ പറ്റിയിരുന്നില്ല. ബട്ട് ഇറ്റ് ഓൺലി ലാസ്റ്റഡ് എ മൊമെൻറ്റ്. പക്ഷേ ഈ സംഭവങ്ങളൊക്കെ, ഈ പേടിയൊക്കെ ഒരൊറ്റ മൊമെൻറ്റിലേ നിലനിന്നിരുന്നുള്ളൂ. ദ നെക്സ്റ്റ് മൊമെൻറ്റ്, അടുത്ത മൊമെൻറ്റ് എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? വീണ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ നമ്മളിപ്പം കുളത്തിലോ വെള്ളത്തിലൊക്കെ വീഴുവാണെങ്കിൽ നമുക്ക് നീന്തൽ അറിഞ്ഞുകൂടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും? കൈയൊക്കെ എടുത്ത് സ്വിം ചെയ്ത് നോക്കും അല്ലേ, കാരണം ജീവൻ രക്ഷിക്കണ്ടേ. അതേപോലെ നമ്മുടെ യങ് സീകളും ദ നെക്സ്റ്റ് മൊമെൻറ്റ് ഹീ ഫെൽറ്റ് ഹിസ് വിങ്സ് സ്പ്രെഡ് ഔട്ട്വേർഡ്. അടുത്ത മൊമെൻറ്റിൽ അവൻ്റെ വിങ്സ്, അവൻ്റെ ചിറകുകൾ എന്ത് ചെയ്ത്? വിടർത്തി അങ്ങനെ വെച്ചു. ദ വിങ് റഷ്ഡ് അഗെയിൻസ്റ്റ് ഹിസ് ബ്രസ്റ്റ് ഫെദർ, ദെൻ അണ്ടർ ഹിസ് സ്റ്റൊമക്ക് ആൻഡ് അഗെയിൻസ്റ്റ് ഹിസ് വിങ്സ്. അപ്പം ആ കാറ്റ് എന്ത് ചെയ്ത്? കാറ്റ് അവൻ്റെ നെഞ്ചിലും നെഞ്ചിലുള്ള ആ ഫെദേഴ്സിലും അതേപോലെ തന്നെ എന്താണ് സ്റ്റൊമക്കിലും, അവൻ്റെ ആ സ്റ്റൊമക്കിലൂടെയും അല്ലേ, ആ സ്റ്റൊമക്കിലൂടെയും ആ വിങ്സിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ എന്ത് ചെയ്തു? ഈ എയർ ഇങ്ങനെ റഷ് ചെയ്ത് പോയി. ആ വിൻഡ്, ആ കാറ്റ് ഇങ്ങനെ റഷ് ചെയ്ത് പോയി. ഹീ കുഡ് ഫീൽ ദ ടിപ്പ് ഓഫ് ഹിസ് വിങ്സ് കട്ടിങ് ത്രൂ ദ എയർ. അപ്പം അവൻ്റെ ആ വിങ്സിൻ്റെ, ആ ചിറകിൻ്റെ അറ്റമൊക്കെ അവന് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഹീ വാസ് നോട്ട് ഫോളിങ് ഹെഡ്ലോങ് നൗ, ഹി വാസ് സോറിങ് ഗ്രാജുവലി ഡൗൺവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ്. ഹി വാസ് നോ ലോങ്ങർ അഫ്രേഡ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു? അവനാണെങ്കിൽ വീഴുന്ന പോലൊന്നും തോന്നിയില്ല. അതേപോലെ തന്നെ എന്താണ്, ക്രമേണ ഇവനാണെങ്കിൽ മുകളിലോട്ടും താഴോട്ടൊക്കെ പറക്കാനൊക്കെ തുടങ്ങി. ഇപ്പം അവന് പേടിയൊന്നുമില്ല. ഹി ജസ്റ്റ് ഫെൽറ്റ് എ ബിറ്റ് ഡിസി. അപ്പോൾ അവന് ചെറിയൊരു തലയിറക്കം പോലെ തോന്നി. ദെൻ ഹി ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് വൺസ് ആൻഡ് ഹി സോഡ് അപ്വേർഡ്. അപ്പോൾ അവൻ എന്ത് ചെയ്ത്? പറക്കാതിരുന്നോ? അവൻ തലയിറങ്ങുന്ന പോലെ തോന്നിയപ്പോഴത്തേക്കും അവൻ ഒന്നും കൂടി ചിറകുകൾ ഇങ്ങനെ വിടർത്തി പറന്ന് മുകളിലേക്ക് പറന്നു പോയി. ഹി അട്ടേർഡ് എ ജോയസ് സ്ക്രീംസ് ആൻഡ് ഫ്ലാപ്ഡ് ദം എഗെയിൻ. അപ്പോൾ അവന് സന്തോഷകരമായൊരു എന്ത് ചെയ്ത്? ഒരു അട്ടഹാസം പുറപ്പെടുവിപ്പിച്ചു. ആൻഡ് ഫ്ലാപ്പ് ദം എഗെയിൻ. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്ത്? അവന് പറക്കാൻ പറ്റിയല്ലേ, പറക്കാൻ ഒരിക്കലും പറ്റില്ല എന്ന് വിചാരിച്ചെന്ന് അവൻ എന്ത് ചെയ്ത്? പറന്നു. ഹി സോഡ് ഹയർ. അവൻ പറന്ന് മുകളിലേക്ക് പോയി. ഹി റേസ്ഡ് ഹിസ് ബ്രസ്റ്റ് ആൻഡ് ബാങ്ക്ഡ് അഗെയിൻസ്റ്റ് ദ വിൻഡ്. അപ്പം അവൻ്റെ നെഞ്ചുകൾ ഉയർത്തി അവൻ എന്ത് ചെയ്തു? കാറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറന്നു പോയി. ഗ ഗ ഗ ഗ ഗ ഗ ഗോൾ ഓ ആ ഹിസ് മദർ സൂബ്ഡ് പാസ്റ്റ് ഹിം ആൻഡ് ഹർ വിങ്സ് മേക്കിംഗ് എ ലൗഡ് നോയ്സ്. അപ്പം അവൻ്റെ ചിറകൾ എന്ത് ചെയ്തു? അവളുടെ ചിറകൾ എന്ത് ചെയ്തു? ആ അമ്മത്തലയുടെ ചിറകൾ എന്ത് ചെയ്തു? നല്ല ലൗഡ് നോയ്സിൽ എന്ത് ചെയ്തു? ഇങ്ങനെ പറന്ന് അവൻ്റെ അടുത്തോട്ട് വന്നു. ഹി ഹാൻഡ്സ്
ആൻസേർഡ് ഹർ വിത്ത് അനദർ സ്ക്രീം. അപ്പോൾ അടുത്തൊരു സ്ക്രീം, അവരുടെ ശബ്ദമാണ്. ആ അട്ടഹാസത്തോട് അവർ തിരിച്ചും അമ്മയ്ക്ക് മറുപടി കൊടുത്തു. ദെൻ ഹിസ് ഫാദർ ഫ്ലൂ ഓവർ ഹിം സ്ക്രീമിങ്. അങ്ങനെ അവൻ്റെ അച്ഛനും സ്ക്രീം ചെയ്തുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു. ദെൻ ഹി സോ ഹിസ് 2 brothers and sister flying around him soaring and diving. അപ്പം പിന്നീട് അച്ഛൻ വന്നു, അവൻ്റെ 2 ബ്രദേഴ്സ് വന്ന്, സിസ്റ്റേഴ്സ് വന്നു. അവരെല്ലാം സന്തോഷത്തോടെ അവന് ചുറ്റും വട്ടിട്ട് പറക്കുകയും എന്ത് ചെയ്യാണ്, ഡൈവ് ചെയ്യുകയൊക്കെ ചെയ്യാണ്. Then he completely forgot that he had not always been able to fly and commenced to dive and soar, shrieking shrilly. അപ്പം അവൻ മറന്നുപോയി, അവന് പറക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം വരെ അവൻ മറന്നുപോയി. എന്ത് ചെയ്തു, പിന്നെ അവൻ ഡൈവ് ചെയ്തു, സോർ ചെയ്തു അല്ലേ. ഹി വാസ് നിയർ ദ സീ നൗ ഫ്ലൈയിങ് സ്ട്രെയിറ്റ് ഓവർ ഇറ്റ് ഫേസിങ് ഔട്ട് ഓവർ ദി ഓഷൻ. അപ്പം അവൻ ആ നേരത്തെ പേടിച്ചിരുന്ന ആ സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്ന ഓഷനിൽ മുകളിൽ കൂടെ എന്ത് ചെയ്യാണ്, സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പറന്ന് പോവുകയാണ്. അവൻ്റെ തൊട്ട് താഴെ ആരുണ്ട്, സീ ഉണ്ട്, കടലുണ്ട്. ഹി സോ എ വാസ് ഗ്രീൻ സീ ബിനീത്ത് ഹിം. അപ്പം താഴെ നല്ല വിശാലമായിട്ട് പച്ചക്കടൽ അവൻ കാണുന്നുണ്ട്. വിത്ത് ലിറ്റിൽ റിഡ്ജസ് മൂവിങ് ഓവർ ഇറ്റ്. അപ്പം അതിനകത്തൂടെ ചെറിയ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വരില്ലേ, അതിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ഹി ടേൺഡ് ഹിസ് ബീക്ക് സൈഡ് വേസ് ആൻഡ് ക്രൗഡഡ് അമ്യൂസ്ഡ്ലി. ഹിസ് പാരൻസ് ആൻഡ് ഹിസ് ബ്രദർ ആൻഡ് സിസ്റ്റർ ഹാഡ് ലാൻഡഡ് ഓൺ ദ ഗ്രീൻ ഫ്ലോർ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. അപ്പം അവൻ്റെ പേരൻസും അവൻ്റെ ബ്രദറും സിസ്റ്ററൊക്കെ എന്ത് ചെയ്തു, ആ ഗ്രീൻ സീയിൽ അവന് തൊട്ട് ഫ്രണ്ടിലായിട്ട് എന്ത് ചെയ്തു, ലാൻഡ് ചെയ്തു. ദേ വെയർ ബെക്കനിങ് ടു ഹിം കോളിങ് സ്ട്രില്ലി. ഹി ഡ്രോപ്ഡ് ഹിസ് ലെഗ്സ് ടു ദി സ്റ്റാൻഡ് ഓൺ ദി ഗ്രീൻസ്. അപ്പോൾ അവനും എന്ത് ചെയ്തു, അവൻ്റെ കാലുകളെ എന്ത് ചെയ്തു, ആ ഗ്രീൻ സീയിലോട്ട് ഇങ്ങനെ ഇറക്കി. ഹി ലെഗ്സ് സാങ്ക് ഇൻ ടു ഹിം. അപ്പോൾ അവൻ്റെ കാലുകൾ എന്ത് ചെയ്തു, ആ കടലിലേക്ക് മുങ്ങിപ്പോയി. ഹി സ്ക്രീംഡ് വിത്ത് ഫ്രൈറ്റ് ആൻഡ് അറ്റംപ്റ്റ് ടു റൈസ് അഗെയിൻ ഫ്ലാപ്പിംഗ് ഹിസ് വിങ്സ്. അപ്പം അവന് ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് എന്ത് ചെയ്തു, അവൻ പറക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ വിങ്സിനെ എന്ത് ചെയ്തു, ഇട്ട് അടിച്ചു. But he was tired and weak with hunger and he could not rise, exhausted by the strange exercise. അപ്പം അവന് പരിചയമില്ലാത്ത ഈ എക്സസൈസ് ഒക്കെ ചെയ്തല്ലേ. അപ്പം അത് മാത്രമല്ല, അവൻ ഭയങ്കര വിശന്ന് അവശനായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മുകളിലേക്ക് പറക്കാനേ പറ്റുന്നില്ല. അപ്പോൾ അവൻ ആ സീയിൽ കിടക്കുകയാണല്ലേ. ഹിസ് ഫീറ്റ് സാങ്ക് ഇൻ ടു ദി ഗ്രീൻ സീ. അപ്പോൾ അവൻ്റെ കാലുകൾ എന്ത് ചെയ്തു, ഗ്രീൻ സീയിലേക്ക് മുങ്ങിപ്പോയി. ആൻഡ് ദെൻ ഹിസ് ബെല്ലി ടച്ച്ഡ് ഇറ്റ് ആൻഡ് ഹി സാങ്ക് നോ ഫർദർ. അപ്പം അവൻ്റെ താഴത്തെ വയറെന്ത് ചെയ്തു, ആ സീയിലേക്ക് എന്ത് ചെയ്തു, ടച്ച് ചെയ്തു. എന്നിട്ട് അതിൽ കൂടുതൽ അവൻ താന്നു പോയി. അപ്പം ലെഗ് താഴോട്ട് പോയി, എന്നിട്ട് ആ ബെല്ലിയും ടച്ച് ചെയ്തു. അതിനെക്കാട്ടി താഴോട്ട് അവൻ താന്നു പോയില്ല. ഹി വാസ് ഫ്ലോട്ടിങ് ഓൺ ഇറ്റ്. അപ്പം അവൻ അതിനകത്ത് ഒഴുകി നടക്കുകയാണ്. ആൻഡ് എറൗണ്ട് ഹിം ഹിസ് ഫാമിലി വാസ് സ്ക്രീമിങ് പ്രൈസിങ് ഹിം ആൻഡ് ഹർ ബീക്സ് വെയർ ഓഫറിങ് ഹിം സ്ക്രാപ്സ് ഓഫ് ഡോഗ് ഫിഷ്. അപ്പം അവൻ്റെ ഫാമിലി എന്ത് ചെയ്യാണ്, അവന് ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ച് അവനെ ഇങ്ങനെ കൺഗ്രാജുലേറ്റ് ഒക്കെ ചെയ്തിട്ട് അവനെ പ്രൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, അവരുടെ ചുണ്ടുകൾ ഇവനൊരു ഡോഗ് ഫിഷിനെ കൊടുത്തു. ഹി ഹാഡ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു, അവൻ്റെ ആദ്യത്തെ പറക്കൽ നടത്തി. അപ്പോൾ നമ്മളിവിടെ കാണുന്ന എന്താണ്, അപ്പം കോൺഫിഡൻറ്റ് ഇല്ലാത്ത പക്ഷേ ഉള്ളിൽ കഴിവുകളുള്ള അല്ലെ, പറക്കാൻ കഴിവുള്ളൊരു യങ് സീകളാണ്. പക്ഷേ അവന് പേടി കാരണവും കോൺഫിഡൻസ് കാരണം കോൺഫിഡൻസ് ഇല്ലായ്മ കാരണം അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പറക്കാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ അവൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടാണല്ലോ. ഇതേപോലെയാണ് നമ്മുടെ ഓരോരുത്തരെയും കാര്യം. നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒന്നും പുറത്തോട്ടെടുക്കുന്നില്ല. കാരണം നമുക്ക് അവസരം വരുമ്പോഴത്തേക്ക് നമുക്ക് പേടിയാണ്. അപ്പോൾ നമ്മളൊന്നും പുറത്തെടുക്കുന്നില്ല. പക്ഷെ നമുക്ക് ഫാമിലി നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ടല്ലേ, നമ്മളെ വിജയത്തിന് ഫാമിലിക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. അപ്പോൾ അതേപോലെ ഇവിടെയും അവനെ പറക്കാൻ സഹായിക്കുന്ന അവൻ്റെ ഫാമിലിയാണ് ഇവിടെ കാണുന്നത്.